ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗ് ആയിരിക്കും, പക്ഷെ വളരെ സന്തോഷം നിറഞ്ഞ വ്ളോഗ് ആയിരിക്കും. നമ്മുടെ ഒരു ഹാപ്പി സ്റ്റോറിന്റെ ഫസ്റ്റ് ആനിവേഴ്സറിയും അതുപോലെ തന്നെ നമ്മുടെ OHF ഫ്ലീ മാർക്കറ്റ് കൊച്ചിയിലെ എക്സിബിഷനും കൂടെ നമ്മൾ ലക്കി ഡ്രോ വെച്ചിട്ടുണ്ടായിരുന്നു. സോ 2 വിന്നേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അവർക്ക് 1/2 പവൻ ഗോൾഡ് വെച്ച് കൊടുക്കും. ആൻഡ് ശരിക്കും കുറച്ച് നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു, പക്ഷെ ഞങ്ങൾ ജോർജിയ സ്റ്റക്ക് ആയതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ നറുക്കെടുപ്പ് ഡാഡിയും മമ്മിയും 10-ാം തീയതി എടുത്തു. ആൻഡ് എൻ്റെ വിന്നേഴ്സിന്റെ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാം, നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് പോവാം. ഹായ് ഗായ്സ്, വെൽക്കം ടു ഒരു ഹാപ്പി സ്റ്റോർ. നമ്മൾക്ക് ഒരു ലക്കി ഡ്രോ ഉണ്ടായിരുന്നു. സോ അതിലെ 2 വിന്നേഴ്സിന് 1/2 പവൻ ഗോൾഡ് കോയിൻ വെച്ച് കിട്ടും. അതിന്റെ ലക്കി ഡ്രോ ഞങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് മമ്മി ഡാഡിയാണ് എടുത്തത്. അവരുടെ പേര് എൽവിൻ ജേക്കബും അതുപോലെ തന്നെ അനിജ ആന്റണി എന്നുമാണ്. സോ ഞങ്ങൾ ആദ്യം പോയി ഗോൾഡ് കോയിൻ വാങ്ങണം. ആൻഡ് അത് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഇവർക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കണം എന്നാണ് ആഗ്രഹം. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചത് നമുക്ക് കൊറിയർ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും അയച്ചു കൊടുക്കാമെന്നാണ്. പിന്നെ നമ്മൾ വിചാരിച്ചു നേരിട്ട് കൊടുക്കാം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഭീമേ പോയി ഗോൾഡ് വാങ്ങി കോയിൻ കൈ വെച്ചു. അത് കഴിഞ്ഞ് അവരോട് പറഞ്ഞിരിക്കുന്നത്, 2 വിന്നേഴ്സിനോട് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഒരു 10 പേരെയും കണ്ട് റണ്ണറപ്പ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ അവർക്കൊന്ന് നേരിട്ടൊന്ന് ചെറിയൊരു ഗിഫ്റ്റ് തരാനും പ്ലസ് നമ്മുടെ ഫ്ലീ മാർക്കറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ഒരു ബൈറ്റ് എടുക്കാനും കൂടെയാന്ന് പറഞ്ഞു. കാരണം വെറുതെ നമുക്ക് കയറി ചെല്ലാൻ പറ്റില്ലല്ലോ അവരുടെ വീട്ടിലേക്ക്. സോ അങ്ങനെയാണ് നമ്മൾ ഈ രണ്ടുപേരുടെ വീട്ടിലേക്ക് പോകുന്നത്. സോ നേരത്തെ അവർക്ക് അറിയാം, പക്ഷെ അവർ വിന്നേഴ്സാണെന്ന് അറിയില്ല. അവരുടെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ബൈറ്റ് എടുക്കാൻ വരുന്ന പോലെ എന്നാണ് അവരുടെയൊക്കെ വിചാരം. സോ നമുക്ക് അവരുടെ 2പേരുടെയും വീട്ടിൽ പോവാം. അതിന് മുമ്പ് ഒന്ന് ഷോപ്പിൽ പോകണം. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് പ്രിയ വേറെ എന്തോ ഐഡിയ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രിയരെ അത് വിളിക്കട്ടെ. എന്താണ് ജോർജിയയിൽ എത്തിയിട്ടുള്ള ഫസ്റ്റ് വ്ളോഗ് ആണല്ലോ. അത് വാങ്ങിയ വീഡിയോ ഒക്കെ ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ തന്നെ ഇൻസ്റ്റഗ്രാമിന് വേണ്ടി എടുത്തത് ഇട്ടല്ലോ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു പ്രിയയുടെ പുതിയ ഐഡിയ ആണ്. എന്താ ആദ്യം ഇത് കൊടുക്കണ്ടെന്ന്? അങ്ങനെയല്ല, ആദ്യം നമ്മള് ഇവരോട് വിളിച്ച് നമ്മൾ പറഞ്ഞു, 2 പേരോടും പറഞ്ഞിരിക്കണേ, അത് പ്രിൻസിന്റെ ഐഡിയ ആണ് പറഞ്ഞിരിക്കണേ. അവര് വിന്നറാന്നല്ല പറഞ്ഞിരിക്കണേ. അവരോട് പറഞ്ഞിരിക്കുന്നത് നമ്മളിങ്ങനെ 20 പേരെ സെലക്ട് ചെയ്തു. അപ്പൊ അതില് 2 പേരെ വിന്നേഴ്സ് ആയിട്ടുള്ളൂ. അപ്പൊ 20 പേർക്ക് നമ്മൾ ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളാ പോയി കൊടുക്കണേന്നൊന്നും അവർക്ക് അറിയില്ല. അപ്പൊ സർപ്രൈസ് ആയിട്ട് കേറി പോകുമ്പോ അവര് വീട്ടിൽ വേണമല്ലോ, അവർക്ക് നമ്മളെ അറിയില്ലായിരിക്കും. അങ്ങനെയൊന്നുമില്ല. അപ്പൊ വീട്ടില് വേണമല്ലോ. അപ്പൊ അതിന് അവിടെ വീട്ടിൽ ഇരുത്തിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞു ഗിഫ്റ്റ് ഹാമ്പർ ഞങ്ങളുടെ സ്റ്റാഫ് ഒരു ബൈറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. കാരണം വല്ല ഡ്രസ്സൊക്കെ ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് വെറുതെ പോയി എടുത്തു കഴിഞ്ഞാൽ മോശമല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ എന്റെ വേറൊരു ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോകുമ്പോ നമ്മൾ കാണുമ്പോ അവർക്കൊരു സംശയം തോന്നുന്നു. ആദ്യമേ ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കും. ആദ്യമേ ഗിഫ്റ്റ് ഹാമ്പർ സ്വീറ്റ് ബോക്സ് കൊടുക്കും. ആദ്യമേ സ്വീറ്റ് ബോക്സ് കൊടുക്കുന്നു. എന്നിട്ട് പറയും ഇതാ ഗിഫ്റ്റ് എന്ന് പറയും. അപ്പൊ അവര് ഓക്കെ താങ്ക് യു എന്നൊക്കെ പറയുമ്പോഴത്തേക്കായിരിക്കും എന്താല്ലേ ഭാഗ്യവതികൾ. അതെ, ഏകദേശം ഭാഗ്യവാന്മാർ. ഏകദേശം 700 ലക്കി ഡ്രോ ഉണ്ടായിരുന്നു കൗണ്ട് ചെയ്തപ്പോ. 700 നിന്നുള്ള 2 പേരാണ്. അത് നമുക്ക് ഭയങ്കര ഭാഗ്യമായി. അല്ലെങ്കിൽ നമ്മള് കൊറിയർ ചെയ്ത് കൊടുക്കേണ്ടി വന്നെ. പോയി കൊടുക്കേണ്ടി ഭയങ്കര പാടായിരുന്നു. അതെ, പക്ഷെ എന്നാലും നിങ്ങളൊരു സംഭവം, നിങ്ങളുടെ സമയം തെളിഞ്ഞു. 25 ഇവർക്ക് 2 പേർക്കും സൂപ്പർ ആയിരിക്കും. ഞാൻ പറയുന്നത് ഇത് നമ്മള് വാങ്ങിച്ചതിന് ശേഷം ചെക്ക് ചെയ്യണമല്ലോ. അപ്പൊ കോയിനില്ലെങ്കിലോ അതും കൂടെ കാണിക്കണം. വേണ്ട, അതൊക്കെ കാണിച്ചതല്ല. അത് അവര് അത്ര ഒന്നും കാണിക്കണ്ട പ്രിയ, ഞാൻ കാണിച്ചതാ. കണ്ടായിരുന്നോ? ഡിഡ് യു സീ ദ കോയിൻ? ചെക്ക് ചെയ്തതാ. ഇനി അങ്ങനെ തുറക്കുമ്പോ ഇല്ലെങ്കിലോ അങ്ങനെ ഞാനത് അതുകൊണ്ടാണ് ഞങ്ങള് ഭീമേന്ന് തന്നെ എടുത്തത്. പിന്നെ ആരും ഒന്നും പറയില്ലല്ലോ. നോക്കട്ടെ. ഓക്കെ, ഞാൻ പണ്ട് കുവൈറ്റിൽ പഠിച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് ആ കൊണ്ടിന്റെ ജീവിതത്തിൽ ഒരു ലക്കി ഡ്രോ ചെയ്തിട്ടുണ്ട്. KFCയിൽ പണ്ട് കുവൈറ്റില് ലക്കി ഡ്രോ ഇങ്ങനെ സ്ക്രാച്ച് ആൻഡ് വിൻ ഉണ്ടായിരുന്നു. ലക്കി ഡ്രോ അല്ല, സ്ക്രാച്ച് ആൻഡ് വിൻ. ഞാനൊരു കോർഡ്ലെസ് ഫോൺ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഒരു സിൽവർ കളർ. ലോട്ടറി അടിക്കണം. ഇത്തവണ ദുബായ് പോകുമ്പോ എടുക്കാം. സ്വീറ്റ്സ് വാങ്ങാൻ ഞങ്ങൾ എപ്പോഴും പോകുന്ന അന്നപൂർണ്ണയാണ്. എൻ്റെ വീടിന്റെ തൊട്ടടുത്താണ്. ഇവിടുത്തെ ലഡു, സാധാരണ ലഡു അടിപൊളിയാ. ലഡു അവര് ഈ കവറിലാണോ ഗിഫ്റ്റ് ഒക്കെ തരുന്നത്? ഇരിക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ, അതല്ലേ സർപ്രൈസ്. പ്രിൻസിന്റെ ഐഡിയ ആണ് കേട്ടാ. അവരവിടെ പോയിട്ട് നിങ്ങൾ ആരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രിൻസിനെ ആയിരിക്കും ഞാൻ പിടിച്ചത്. പ്രിൻസ് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നേന്ന്.
പ്രിൻസിനെ നിർത്താം ഈ മറ്റേ പാൽ കവർ. ഞങ്ങള് വാങ്ങി പാൽ കവർ പോലത്തെ ലഡുവിന്റെ, അതാ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. എന്നിട്ടാണ് ഗിഫ്റ്റ് ഹാമ്പർ ലഡു. പുറയില് നമ്മളിങ്ങനെ ഒളിച്ചേക്കാം. പ്രിൻസിന്റെ പുറയില് ശരീരം നല്ലതായിരിക്കും, ദില്ലിച്ചേട്ടൻ ഒളിച്ചേക്കാം. ജയനെ കാണും ഞാൻ പ്രിൻസിനെ പുറകിൽ വിളിച്ച. അതല്ലേ പറഞ്ഞ കറക്റ്റായിട്ട് ഒളിച്ചേക്കാൻ പറ്റുമല്ലോ. പോവാന്നാ ചേച്ചി ഉണ്ടാ? ഹലോ ഹലോ. അത് കോയിൻസിഡൻസ് ആണല്ലോ. ഞങ്ങൾ ആക്ച്വലി ജോർജിയയിൽ ഇത്ര നാൾ സ്റ്റക്കായല്ലോ, അപ്പൊ ഞങ്ങൾ അസർബൈജാനിൽ പോവാൻ നോക്കി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് വേ ക്ലോസ്ഡാ. പണ്ട് ട്രെയിനും റോഡിലൊക്കെ പോവായിരുന്നു, ഇപ്പൊ അത് ഫുൾ ബ്ലോക്ക് ചെയ്തു. എയർ മാത്രമേ ഉള്ളൂ. അപ്പൊ ടിക്കറ്റ്സ് ഭയങ്കര ഫുള്ളും ആണ്. ആ സമയത്ത് എക്സ്പെൻസീവ് ആയിരുന്നു. അർമേനിയ ഒട്ടും പോകാൻ പറ്റില്ല, പ്രശ്നമാണല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് ദിവസം അസർബൈജാനിൽ പോയാന് ആഗ്രഹമായിരുന്നു. ആ അതെ. ആ ഓക്കെ ഓക്കെ. ഞങ്ങൾക്ക് സന്തോഷമായത് എറണാകുളത്ത് തന്നെയാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ കൊറിയർ അയച്ചു വിട്ടാണ്. അപ്പൊ എറണാകുളത്ത് നമുക്ക് നേരിട്ട് വന്ന് വരാനോ വിചാരിച്ചാണ്. അതുകൊണ്ടാണ് കുറച്ച് വരാനും ലേറ്റ് ആയത്. അതെ, അതുകൊണ്ട് നടക്കില്ല. അപ്പൊ എന്തായാലും താങ്ക് യു ഫോർ കമ്മിങ് ടു OHF ഫ്ലീ മാർക്കറ്റ്. ഇനിയും എപ്പോഴും വരണം. അപ്പൊ ഒരു പാൽ കവറാണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നല്ല സ്വീറ്റ് ബോക്സ് ആണ്, നല്ല സ്വീറ്റ് ആണ്, നിങ്ങളെ പോലെ തന്നെ സ്വീറ്റ് ആണ്. സ്വീറ്റ് ബോക്സ് ആണ്. അപ്പൊ നമ്മൾ 20 പേരെ സെലക്ട് നമ്മള് സ്വീറ്റ് ബോക്സ് പോയി കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മള് അങ്ങനെ കഴിച്ചു. അപ്പൊ ഇനിയും വരണം അടുത്ത തവണയാണെങ്കിലും. അതെ, ഒരു മിനിറ്റ്. പിന്നെ ഒരു ചെറിയ ഗിഫ്റ്റും കൂടെ ഉണ്ട്. നിങ്ങളാണ് ആ ഗോൾഡ് കോയിന്റെ വിന്നേഴ്സും കൂടെ. അതും കൂടെ തരാനാണ് വന്നത്. എന്ത് വേണം? അപ്പൊ 2025 ഭയങ്കര ഐശ്വര്യത്തോടെയാണ് തുടങ്ങുന്നത്. ഞങ്ങൾ ആദ്യമേ സ്വീറ്റോടെ തന്നിട്ട് പിന്നെ തരാമെന്ന് വിചാരിച്ചു. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. ഞങ്ങൾ എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ഒരു ഹോബി. ഭാഗ്യം. കാരണം ഏകദേശം 700 പേരുണ്ടായിരുന്നു ലക്കി ഡ്രോയില്. അതിൽ നിന്ന് എറണാകുളത്തും കിട്ടി, നിങ്ങൾക്ക് കിട്ടിയത് ഭയങ്കര ഭാഗ്യമല്ലേ? അതെ. ആ ഓ ഓക്കെ. സന്തോഷത്തിലുണ്ടായിരുന്നു. റഷ്യയിലും ആ ചാനലൊക്കെ പോയത്. താങ്ക് യു. അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻ. ഇതാണോ ചെറിയ ഫുഡ് എന്ന് പറഞ്ഞത്? ഇനി പ്രിൻസ് ഞങ്ങൾ വരുന്നു എന്നെല്ലാം പറഞ്ഞായിരുന്നോ? പിന്നെ എങ്ങനെ ഇത്രയും ഫുഡ് ഇവിടെ വന്ന്? ഓ ചോക്ലേറ്റിന്റെ ആളാ. ഓക്കെ. അപ്പൊ ചേച്ചി മോൻ വരുമ്പോ വിളിക്കണം. ഷെഫാണ് മോൻ, UK-യിലാണ്. അപ്പൊ വരുമ്പോ എന്തായാലും വിളിക്കാം. പൂക്കൊക്കെ കിഡ്ലായി പ്രിപ്പയർ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഓക്കെ, വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ. ബൈ. അപ്പൊ ഫസ്റ്റ് സർപ്രൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഒട്ടും പക്ഷെ ഭയങ്കര ഡിസേർവിംഗും ആയിട്ടുള്ളതായിരുന്നു. കാരണം നമ്മുടെ എല്ലാ എക്സിബിഷനും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, എനിക്കൊന്ന് നമ്മളെ ആദ്യം തൊട്ടേ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. സോ കോയിൻസിഡൻസ് ആയിട്ട് കറക്റ്റ് ആൾക്കാർക്ക് തന്നെ കിട്ടുന്നത്. വെരി ഹാപ്പി. ഇനി ലഞ്ച് കഴിക്കാൻ പോകണം. അതിന് വൈകുന്നേരമാണ് അടുത്തവർക്ക് സർപ്രൈസ് കൊടുക്കണ്ടേ. ലഞ്ചിന് എവിടെ പോവും? അതെ, അന്തു പറഞ്ഞൊരു നല്ല സ്ഥലമുണ്ട്.
മരടിലും കണ്ട മീനിന് എന്തോ സ്ഥലമാണ്, അങ്ങോട്ട് വിടാം. മീൻ കഴിക്കുമോ? മീൻ കഴിക്കും. ആ എന്നാ പോവാം. അടുത്തടുത്ത് പോകുന്നത് ഒരു 4:35 സോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. സമയം 3 മണിയായി. വല്ലതും കിട്ടുമോയെന്ന് അറിയില്ല. ഇത് കുറേ പേര് സജസ്റ്റ് ചെയ്ത ഒരു സ്ഥലമാണ്. ഇതുവരെ ഇവിടുത്തെ ഫുഡ് സ്പോട്ട്സ് ഒന്നും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞണ്ടും കൊഞ്ചും. അപ്പോൾ സീ ഫുഡ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. മെനു ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു എത്രയും മെനു ചെറുതാവുന്നത് അത്രയും ബെറ്റർ ആയിരിക്കും ആ റെസ്റ്റോറൻറ്റിലെ ഫുഡ്. ഇവിടെ ആക്കൂടത്തെ ഇത്രയേ ഉള്ളൂ, ബാക്ക് പേജ് പോലും ഇല്ല. ഇത്ര ഐറ്റംസും പിന്നെ മീൽസും. അതുപോലെ തന്നെ റേറ്റ്സ് ഒക്കെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഓക്കെ റേറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഇന്റീരിയേഴ്സ് ആണെങ്കിലും വെരി കോസി. എനിക്കൊന്ന് 3 നിലയുണ്ട് ഇന്റീരിയേഴ്സ്. ഭയങ്കര ഒരു മോഡേൺ ആയിട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ ടേബിളും സൂയിങ് മെഷീൻസാണ്, കളർഫുൾ ചെയർസ്, എയർ കണ്ടീഷൻഡ്, നല്ല ഇന്റീരിയേഴ്സ്. കുടമാണ് ലൈറ്റ്, കുടം കമത്തി വെച്ചിരിക്കുന്നത്. സോ ഇത് ബേസിക് മീൽസ് എന്തായാലും നമ്മൾ ഓർഡർ ചെയ്യണമല്ലോ. സോ കുറേ ചമ്മന്തി, തോരൻ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വെറുതെ ഉള്ളി തീയലാന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, മധുരമുണ്ട്, സവാളയുടെ മധുരമുണ്ട്. പിന്നെ ഒരു ടാമറിൻ്റെ ഒക്കെ പുളിയും സോർണസും ബിറ്റർനെസ് ഒക്കെ ഉണ്ട്. ഇത് പിക്കിള്, ഇത് വേറെ എന്തോ തോരനാണ്, അവിയൽ വരുന്നുണ്ട്. സോ അത്യാവശ്യം വലിയ മീൽസാണ് ഇവരുടെ ബേസിക് മീൽസ് തന്നെ. ഏറ്റവും ബെസ്റ്റ് എന്നറിയോ, ചെമ്മീൻ ചാറ് തന്നോ. അതാ ചെമ്മീൻ കറി അപ്പം നമുക്ക് ഓർഡർ ചെയ്യണ്ടല്ലോ, ചെമ്മീൻ ഫ്രൈ ഓർഡർ ചെയ്യാം. കളറും ഒക്കെ ചെമ്മീൻ ചാറുണ്ട്. എനിക്കത് ഡാഡിക്കൊക്കെ ഭയങ്കര കൊതിയായിരിക്കും കേട്ടോ ഇപ്പോൾ. ആ ഡാഡിക്ക് ഉറപ്പാ ഇപ്പോൾ ആയാലും തുപ്പലൊക്കെ വന്ന് കാണും. നോക്ക് ഡാഡി, നോക്ക് നോക്ക് ഡാഡി, മീൻ കറിയും ചോറും. പോരാതെ കാളാഞ്ചി ഫ്രൈ. ഉയ്യോ, ചെമ്മീൻ നോക്ക്, ചെമ്മീൻ ഫ്രൈ ആൻഡ് കൂന്തൽ റോസ്റ്റ്. ഓ ഇത് പൊളിക്കും. ചെമ്മീൻ മാത്രം ഒന്ന് അതിനെ കഴിച്ചു നോക്കട്ടെ. കണ്ടിട്ട് നല്ല മുട്ടൻ ചെമ്മീനും ഫുൾ ഓഫ് ഫ്ലേവേഴ്സും ആണ്. ഓ നല്ല കിടിലൻ കേരള സ്റ്റൈലില് ഉലർത്തിയെടുത്ത ചെമ്മീൻ. ഭയങ്കര ടേസ്റ്റ്, ഓവർ കുക്കല്ല, അതിനും പോലെ ടേസ്റ്റാണ്. എൻ്റെ കൂടെയുള്ള ഈ വറുത്ത സവാള കാണുന്ന എല്ലാവർക്കും ലഞ്ച് ടൈമിൽ കാണുന്നവരുടെ അതോ ഗതിയായിരിക്കും കൊതി വന്നിട്ട്. ചോറും കുറച്ച് കൂന്തൽ, ചെമ്മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വെറുതെ പേരിനുള്ള ചാറല്ല, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ്. ചെമ്മീൻ്റെ ഫ്ലേവർ ഉണ്ട്, ഹോം ഫ്ലേവർ. കൂന്തൽ റോസ്റ്റ്. ഓ അല്ലോ, ഓവർ സ്പൈസി അല്ല, നല്ല ഫ്രഷ്നെസ്സും തോന്നിക്കുന്നുണ്ട്. ഭയങ്കര എന്താ പറയുന്ന ഒരു അഡിക്റ്റീവ് ഫ്ലേവർ കേട്ടോ. എനിക്ക് നമ്മൾ ഈ കേരള ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നാളായല്ലോ. സീ ഫുഡ് ഇത്രയും സീ ഫുഡല്ലേ ഉള്ളൂ. സോ ഉള്ളതൊക്കെ ഫ്രഷ് ആയിരിക്കും. നല്ല ടേസ്റ്റ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒന്നിനൊന്നിനും മെച്ചമുണ്ടോ. ഇപ്പോൾ കാർത്തിയാനി ആണെങ്കിലും മറ്റെന്താ കോനിക്കര, അതുപോലെ തന്നെ ഇത് എനിക്കൊന്ന് ഉള്ളതിൽ ഏറ്റവും അഫോർഡബിൾ ഇത് തന്നെയാണെന്ന് തോന്നുന്നു. മച്ചിലി എല്ലാം നല്ല കിടില സീ ഫുഡാണ്. അതുപോലെ തന്നെ കാലാഞ്ചി ഫ്രൈ പൊട്ടി വരും നമുക്ക്. ഈ മസാല കണ്ടു കഴിഞ്ഞാൽ ഒരുപാടുണ്ടെന്ന് തോന്നും, പക്ഷെ നമുക്ക് ആ ഫിഷിൻ്റെയും സീ ഫുഡിൻ്റെ ഒക്കെ ഫ്ലേവറും കിട്ടുന്നുണ്ട്. ആ സമയത്ത് ആവശ്യത്തിനുള്ള മസാലയുണ്ട്. ഒരു അടിപൊളി സൺഡേ, മനസ്സും വയറും ഒക്കെ നിറയുന്ന ഒരു സൺഡേ. ഒരു അടിപൊളി മീൽസ് ആയിരുന്നു. ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ഒന്നുമല്ല, പക്ഷെ നമുക്കൊരു ഹോംലി മീൽസിൻ്റെ നല്ല ക്വാളിറ്റി ഫുഡ്. 1673 നമുക്കായത്. ഞങ്ങൾ ഓർഡർ ചെയ്തെല്ലാം കണ്ടല്ലോ. പക്ഷേ ഐ തിങ്ക് ഓക്കെ, ഒരാൾക്ക് ഒരു 500-550 രൂപ പെർ ഹെഡ്. ഇത്രയും സീ ഫുഡും ഇത്രയും നല്ല ക്വാളിറ്റിക്ക് അടിപൊളിയാണ്. ഇനി നമ്മൾ അടുത്ത ആൾക്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതെ, ഞങ്ങൾ ഷോപ്പിലായിരുന്നു. ഇനി ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങുവാണ്. ആൻഡ് ഈ സെക്കൻഡ് എനിക്കൊന്നും ഒരു അമ്മൂമ്മയും മോനും അമ്മയും മോനാന്നൊക്കെ പറയുന്നത്. പ്രിൻസിന്റെ കോർഡിനേഷൻ ഭയങ്കര ശോകമാണ് കേട്ടോ. അത് പറയാൻ എന്നാ ഞങ്ങൾക്ക് സർപ്രൈസ് ആണ്. അപ്പൊ നേരെ ഞാൻ അടുത്ത സ്ഥലത്തേക്കോ. അതെ, പറയാതെ പോയാലും ഫുഡ് നമുക്ക് വെയിറ്റിംഗ് ആയിരിക്കും. നമ്മള് കല്യാണത്തിന് പെണ്ണ് കാണാൻ വരുമ്പോ മെയിൻലി വരുന്നതിനാ പലഹാരം കഴിക്കാനാ. അതുപോലെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്തോ ശരിക്കും നമ്മള് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ കൊറേ കിട്ടിയാല്. അടുത്ത വീട്ടിലേക്ക് ഞങ്ങൾ കേറിപ്പോയപ്പോ തന്നെ ഷോക്കായേ. ഇത് വീടാണോ ഹോട്ടലാണോ എന്നൊരു ഫീലിംഗ് ആയിരുന്നു. കാരണം എറണാകുളത്ത് നടുക്കാൻ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡനും അതുപോലെ ചെടികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇത്രയും സ്പേസിലുള്ള ഒരു വീട് വളരെ ചുരുക്കമായിരിക്കും. പ്രിയ ചോദിക്കായിരുന്നു നമുക്ക് അടുത്ത നമ്മുടെ ഫോട്ടോഷൂട്ടിന്, ഒരു ഹാപ്പി സ്റ്റോറിൻ്റെ ഫോട്ടോഷൂട്ടിന് ഈ സ്ഥലം ചോദിച്ചാലോ ഒന്ന്. ഹലോ, ബ്യൂട്ടിഫുൾ ഹോം.
ഹായ് ആൻറ്റി ഹായ്. 20 പേര് ആദ്യം സെലക്ട് ചെയ്തായിരുന്നു. അപ്പൊ ആ 20 പേർക്ക് നമ്മൾ തന്നെ നേരിട്ട് വന്ന ഗിഫ്റ്റ് ഹാമ്പർ, ഇറ്റ്സ് എ സ്വീറ്റ് ബോക്സ് ഗിഫ്റ്റ് ഹാമ്പർ തരാന്ന് വിചാരിച്ചു. പക്ഷെ അതല്ല കാര്യം. ഇതാണ് മെയിൻ ഗിഫ്റ്റ്. You guys are the winners of the lucky draw also. So that is the big surprise. Oh my god, really? അപ്പൊ ആക്ച്വലി ഞങ്ങൾ 20 ആൾക്കാരുടെ വീട്ടിലൊന്നും പോയില്ല, 2 വിന്നേഴ്സ് ആയിരുന്നു. സോ വി വെന്റ് ടു ദ ഫസ്റ്റ് വിന്നേഴ്സ് ഹൗസ് ഇൻ ദ മോർണിംഗ്. സോ കൺഗ്രാറ്റുലേഷൻസ്. പറയാൻ പറ്റില്ലല്ലോ that you are the പറയാൻ winner. പറ്റില്ലല്ലോ, പക്ഷെ പറയാതെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. Oh my goodness. I was thinking, you guys are calling and taking appointments for hampers. I'm like, oh, bhayankara planned. I was thinking, oh wow, this is. Appa congratulations. Thank you so much. Have a great new year. Thank you so much. തുടക്കം തന്നെ ഇങ്ങനെ ആവട്ടെ. Oh, such a wonderful surprise. പ്രിറ്റി ലക്കി. കാരണം ഏകദേശം ഒരു 600-700 ലക്കി കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. Okay. So അതിൽ നിന്ന് you guys got it. It's a big luck also. So we are also happy to meet you. It's And funny thank because I know when Shirley എഴുതിയിട്ടപ്പോ she's like, I'll write it in mine. I think അവളുടെ പേരും എന്റെ നമ്പറോ കൊടുത്തതെന്ന് തോന്നുന്നു. I think അങ്ങനെ എന്തോ കൊടുത്തത്. She's like, we'll put both us എന്നൊക്കെ പറഞ്ഞാണ് ആള് കൊടുത്തത്. She'll be so happy to know this. So congratulations. Thank you so much. Thank you so much. വൈഫിനോട് പ്രത്യേകം പറഞ്ഞു. I'll tell her to come drop by someday. Yeah. Oh, thank you for coming. Okay. So thank you. Bye bye. അപ്പോൾ ഗൈസ്, ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ദ വ്ളോഗ്. നമ്മൾ 2 സബ്സ്ക്രൈബേഴ്സ് നല്ല അംശത്തിൽ ഓൾവേസ് റിമെമ്പർ. എന്നാൽ അവരിനി എല്ലാവരോടും പറഞ്ഞ് നമ്മുടെ ഒരു ഹാപ്പി സ്റ്റോർ നല്ല പബ്ലിസിറ്റി ഒക്കെ കൊടുക്കും. ഇനിയും നമ്മൾ ഇതുപോലത്തെ കുറച്ച് കോൺടെസ്റ്റും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഒരു ഹാപ്പി സ്റ്റോറി ചെയ്യുന്നതായിരിക്കും. സോ എവ്രി വൺ പ്ലീസ് ടു കം ആൻഡ് സപ്പോർട്ട് അവർ സ്മോൾ ബിസിനസ്. ഒരു ഹാപ്പി സ്റ്റോറിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, കമൻറ്റിൽ പിന്നും ചെയ്യാം. ആൻഡ് ഹോപ്പ്ഫുള്ളി ഗോയ്സ് എൻജോയ് ടുഡേയ്സ് വ്ളോഗ്. ഇനി നല്ലൊരു ഡിഫറെൻറ്റ് വ്ളോഗ് അല്ലെങ്കിൽ മിക്കവാറും ഒരു പോഡ്കാസ്റ്റ് ആയിരിക്കും ഡാഡിയുടെ ലൈഫ് സ്റ്റോറി 1946 to 2005. അതിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. മിക്കവാറും അതായിരിക്കും അടുത്തതായി പബ്ലിഷ് ചെയ്യുന്നത്. സോ എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ.